ഷെരീഫിയുടെ ഉമ്മ മരിച്ചു. ഞാൻ വീട്ടിൽ ചെന്നു, വീട്ടിൽ ചെന്നു. മയ്യത്തും ചോന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചിട്ട് ഞാനാണ് ചോന്നത്. അപ്പുറത്ത് അനീഫ്ക. അങ്ങനെ പള്ളിയിൽ ചെന്ന് എനിക്കറിയില്ലത് നിസ്കാരം, മയ്യത്ത് നിസ്കാരം. അപ്പം എന്നോട് ആരും ചോദിച്ചു ഒത്ത കൊടുക്കണില്ലെന്ന് വെച്ച്. ഒത്ത എടുക്കണില്ല, അങ്ങനെ എന്താ ചോദിച്ചത്. അപ്പം കയ്യും കാലം കഴിവുണ്ട്. സലീം കുമാർ പറഞ്ഞതുപോലെ തന്നെ അനീഫ് ഖാന്റെ ഉമ്മാന്റെ മയ്യത്ത് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മുസ്ലിം ആചാരപ്രകാരം നമ്മളൊക്കെ മാറി മാറി ഇങ്ങനെ മയ്യത്ത് പിടിക്കും. ഒരു പകുതിയാകുന്ന സമയത്ത് സലീം കുമാർ മയ്യത്ത് ചുമതും, ഇപ്പുറത്ത് അനീഫ്ക്കായിരുന്നു. അപ്പം ഹൈറ്റിന്റെ പ്രഷർ കൊണ്ട് ബാലൻസ് ഇല്ല, കാരണം ഇങ്ങനെയാണ് ബാലൻസ് ഉള്ളത്. ആ സമയത്ത് ഹനീഫ് ഖാൻ എന്നോട് പറഞ്ഞു ഫിറോസ് മയ്യത്ത് പിടിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാനും സലീം കുമാറായിരുന്നു മയ്യത്ത് ഫ്രണ്ടിൽ ചുമന്നത്. അസ്സലാമു അലൈക്കും. സലീം കുമാർ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച ഒരുപാട് അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഇൻ്റർവ്യൂകൾ ഇപ്പോൾ വ്യാപകമായിട്ട് വൈറലാവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അനുഭവം അദ്ദേഹം പറയുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മുടെ സിനിമാതരനായ കൊച്ചിൻ അനീഫയുടെ ഉമ്മ മരണപ്പെട്ട സമയത്ത് ആ ഉമ്മയുടെ മയ്യത്ത് കട്ടിൽ ചുമന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ ഉറക്കെ ചൊല്ലിക്കൊണ്ട് ആ മയ്യത്ത് ആ വീട്ടിൽ നിന്നും പള്ളിയിലെത്തുന്നവരെ കൊണ്ടുപോയത് കൊച്ചിൻ അനീഫയുടെ ഒപ്പം ഞാനാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണത്. എത്രമാത്രം അവർ തമ്മിലുള്ള സ്നേഹബന്ധം അഗാധമാണ് എന്ന് മനസ്സിലാക്കി തരുന്നത് തന്നെയാണ് ഇത്. കാരണം ഇന്നത്തെ കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്നേഹബന്ധം അതും സിനിമയിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് തന്നെയാണ് ഈ ഒരു കാര്യം. തീർച്ചയായിട്ടും അത് സലീം കുമാർ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം. ഷെരീഫിയുടെ ഉമ്മ മരിച്ചു. ഞാൻ വീട്ടിൽ ചെന്നു. മയ്യത്തും ചോന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചിട്ട് ഞാനാണ് ചോന്നത്. അപ്പുറത്ത് അനീഫ്ക. അങ്ങനെ പള്ളിയിൽ ചെന്ന് എനിക്കറിയില്ലത് നിസ്കാരം, മയ്യത്ത് നിസ്കാരം. അപ്പം എന്നോട് ആരും ചോദിച്ചു ഒത്ത കൊടുക്കണില്ലെന്ന് വെച്ച്. ഒത്ത എടുക്കണില്ല, അങ്ങനെ എന്താ ചോദിച്ചത്. അപ്പം കയ്യും കാലം കഴിവുണ്ട്. ഫാസിൽ സാറുണ്ട്, ഡയറക്ടർ ഫാസിൽ സാറുണ്ട്. അപ്പോൾ അവരൊക്കെ കയ്യും മുഖം കഴുകി കയറുന്നുണ്ട്. ഞാനും കയറി കയ്യും മുഖം കഴുകി. അപ്പോഴേക്കൂടെ ഹനീഫ്ക വരില്ല. കാരണം അത് മുസ്ലിങ്ങൾ മാത്രമുള്ള പ്രാർത്ഥനയാണ്. ഹനീഫ്ക്ക് ചിരിച്ചു ചെയ്ത് കണ്ടിട്ടല്ല. അപ്പം എനിക്കറിയില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞോന്ന് ചോദിച്ചു, എടാ ഞാൻ എങ്ങനെയാടാ നിന്നോട് നന്ദി പറയേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഹനീഫ്ക ഇതിന് പ്രതികാരം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചാകുമ്പോൾ എൻ്റെ തലക്കുടിച്ച് നിങ്ങളും പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പുള്ളി. അങ്ങനെ ഒന്ന് പറയുന്നു പറഞ്ഞിട്ട് ഞാൻ അല്ലാണ്ട് വ്യക്തിപരമായിട്ടും നല്ല അടുപ്പമുണ്ടായിരുന്ന മനുഷ്യൻ. സലീം കുമാർ പറഞ്ഞ് നിങ്ങൾ കേട്ടു കാണും. കൊച്ചിൻ അനീഫയുടെ ഉമ്മ മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ആദ്യമെത്തിയവരിൽ ഒരാളായിരുന്നു നമ്മുടെ സലീം കുമാർ. തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ഒരു താങ്ങും തണലുമായിട്ട് കൊച്ചിൻ അനീഫയ്ക്ക് എന്തെല്ലാമാണോ ചെയ്തു കൊടുക്കേണ്ടത് അതെല്ലാം വളരെ വ്യക്തമായി അറിഞ്ഞ് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം പൊതുദർശനമെല്ലാം കഴിഞ്ഞ് മയ്യത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത ശേഷം മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കുന്ന സമയത്ത് ആ മയ്യത്തിൻ്റെ ഒരു ഭാഗം ചുമന്നത് നമ്മുടെ സലീം കുമാർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സലീം കുമാർ ചുമന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പള്ളിയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം നടക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഭാഗത്ത് കാരണം കൊച്ചിൻ അനീഫയാണ് മയ്യത്ത് ചുമക്കുന്നത്, മറുഭാഗത്ത് മറ്റൊരാളായിരുന്നു. കാരണം ഹൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് കൊച്ചിൻ അനീഫ സലീം കുമാർ ഇങ്ങോട്ട് വാങ്ങിയതിന് ശേഷം അദ്ദേഹമാണ് ഒരു ഭാഗത്ത് ചുമക്കുന്നത്, മറുഭാഗത്ത് കൊച്ചിൻ അനീഫയുമായിരുന്നു എന്നാണ് നമ്മുടെ സലീം കുമാർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പം എല്ലാവരും ദിക്ർ ഇങ്ങനെ ഉറക്കെ ചെല്ലുന്നുണ്ട്. മതപരമായ രീതിയിൽ മുസ്ലിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലും. അത് ഏറ്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം സലീം കുമാർ. അതിനുശേഷം അദ്ദേഹം തന്നെ അത് മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. അങ്ങനെ അത് പള്ളി വരെ പോവുകയാണ്. പള്ളിയിലെത്തിയ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മുന്നേ ഒളു എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. തീർച്ചയായിട്ടും വൃത്തിയാക്കുന്ന ഒരു പരിപാടിയാണ്, അത് മതപരമായ ഒരു ചടങ്ങാണ്. പക്ഷേ അദ്ദേഹത്തിന് അതറിയില്ല. അദ്ദേഹം നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ വന്ന് ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ ഒന്നും എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും എടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങോട്ട് പോകുന്നു. അവിടെ വെച്ചാണ് ഫാസിൽ സാറിനെ കാണുന്നത്. അദ്ദേഹം ചെയ്യുന്നത് പോലെ മുഖവും കൈയും എല്ലാം അദ്ദേഹം ശുദ്ധിയാക്കി പള്ളീൻ്റെ അകത്തേട്ട് കയറുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് എല്ലാവരോടും ചോദിക്കും, ഇനി ആരെങ്കിലും ഒന്നും എടുക്കാൻ ബാക്കിയുണ്ടോ, നിസ്കരിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന സമയത്ത് പറയാണ് ഒരാൾ ബാക്കിയുണ്ട്, സലീം കുമാർ എന്ന് പറയുന്നത് കൊച്ചിൻ അനീഫ കേട്ടതിന് ശേഷം ഓടി വന്ന കൊച്ചിൻ അനീഫ ഈ സലീം കുമാറിനോട് പറയാണ് ഇത് മതപരമായ ചടങ്ങാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ് കൊച്ചിൻ ഹനീഫ സലീം കുമാറിനോട് പറയുകയാണ്. അവിടെ ഇരിക്കാൻ വേണ്ടി പറയുന്ന ആ ഒരു രംഗം തീർച്ചയായിട്ടും നമുക്ക് കണ്ണീരലിയിക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ജാതിയോ മതമോ ഭാഷയോ ഒന്നും തന്നെ ഒരു തടസ്സമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ആ ഉമ്മയുടെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നതിൻ്റെ മുന്നേ കൊച്ചിൻ ഹനീഫ ഈ സലീം കുമാറിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു പോലും, നിനക്ക് എങ്ങനെയാണ് ഞാൻ നിന്നോട് ഈ കടം വീട്ടുക എന്ന് പറഞ്ഞപ്പോൾ സലീം കുമാർ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ട് കാണും. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവമഞ്ചം നീയും ചുമന്നോളൂ, എന്നാൽ കഴിഞ്ഞില്ലേ, കടം വീട്ടിയില്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിന് അദ്ദേഹം ബാക്കി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സങ്കടകരമായ ഒരു കാര്യം. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ സാഹോദര്യം അല്ലെങ്കിൽ സ്നേഹം, ഈ മതം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അടിപിടി ഉണ്ടാക്കാനുള്ളതല്ല. സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാനും സ്നേഹം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ മതം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയതെന്ന് ഇനിയെങ്കിലും കുറച്ച് മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കച്ചറ ഉണ്ടാക്കുന്നത് മതത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ചടങ്ങിൽ കൊച്ചിൻ ഹനീഫയുടെ ഉമ്മ പങ്കെടുത്ത ആ ചടങ്ങിൽ ഒരാൾ ഒളു എടുക്കുന്നുണ്ട് ഇല്ലേ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ ആ വ്യക്തി തന്നെ ഇതിനിപ്പോൾ മറുപടിയുമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആ ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹം പറയുന്ന വാചകങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് 2 വാക്ക് സംസാരിക്കാറുണ്ട്. സലീം കുമാർ പറഞ്ഞതുപോലെ തന്നെ അനീഫ് ഖാന്റെ ഉമ്മാന്റെ മയ്യത്ത് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മുസ്ലിം ആചാരപ്രകാരം നമ്മളൊക്കെ മാറി മാറി ഇങ്ങനെ മയ്യത്ത് പിടിക്കും. ഒരു പകുതിയാകുന്ന സമയത്ത് സലീം കുമാർ മയ്യത്ത് ചുമന്നു. ഇപ്പുറത്ത് ഹനീഫ്ക്കായിരുന്നു. അപ്പം ഹൈറ്റിന്റെ പ്രഷർ കൊണ്ട് ബാലൻസ് ഇല്ല. കാരണം ഇങ്ങനെയാണ് ബാലൻസ് ഉള്ളത്. ആ സമയത്ത് ഹനീഫ് എന്നോട് പറഞ്ഞു, ഫിറോസ് മയ്യത്ത് പിടിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാനും സലീം കുമാറായിരുന്നു മയ്യത്ത് ഫ്രണ്ടിൽ ചുമന്നത്. സലീം കുമാറായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരുന്നത്. പള്ളി എത്താനും ഇനിയും ഒരു കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ ഷോൾഡർ പെയിൻ വന്നു തുടങ്ങി. ഞാനിങ്ങനെ മൂപ്പർ നോക്കുന്നു. സലീം കുമാർ മാറിയാൽ മാത്രമേ എനിക്ക് മാറാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ മൂപ്പർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് പള്ളി വരെ. പള്ളിയിലെത്തിയ ശേഷം എല്ലാവരും ഒതു കൊടുക്കാൻ വേണ്ടി ഓടി. അനീഫ്ക്കയും ഓടി. മൂപ്പർ കുറച്ച് തളർന്ന് അവിടെ ഇരിക്കുന്നത്, ഞാനും കുറച്ച് തളർന്ന രീതിയിലായിരുന്നു. അപ്പം ഒതു കൊടുക്കാൻ വേണ്ടി ഞാനാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒതു കൊടുക്കാൻ വരുന്നില്ലെന്ന് വെച്ചു. കാരണം എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ സലീം കുമാർ ഒരു മുസ്ലിം ആണെന്നാണ്. കാരണം മയ്യത്ത് ചുമക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, പള്ളിയിലേക്ക് വരുന്നു, ഹനീഫ് ഖാന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ മൂപ്പർ പറഞ്ഞു ഒതു കൊടുക്കാൻ വന്ന് എൻ്റെ കൂട്ടത്തിന് ഒതു കൊടുക്കാൻ വന്നു. ഞാൻ ഒതു കൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അനീഫ് ഖാൻ ചോദിച്ചു, നമ്മൾ ആചാരപ്രകാരം നമ്മൾ ചോദിക്കും ആരെങ്കിലും ഒതു കൊടുക്കാൻ ബാക്കിയുണ്ടോ, നിസ്കാരം തുടങ്ങാൻ വേണ്ടി പോകുന്നു. ഞാൻ പറഞ്ഞു സലീം കുമാർ ഒതു കൊടുക്കുന്നുണ്ട്. അനീഫ് ഖാൻ സലീം കുമാർ ഒതു കൊടുക്കുന്നു വെച്ചിട്ട് മൂപ്പർ നേരെ വന്ന് പറഞ്ഞ കാര്യമാണ് ആ പച്ചയിൽ ഇന്ന് ഈ മൂപ്പർ ഈ ഒരു വീഡിയോയിൽ ഇന്ന് കിട്ടിയ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. മയ്യത്ത് നമസ്കാരത്തിന് ശേഷം മറവ് ചെയ്യുന്ന തൊട്ട് മുന്നേ അനീഫ് ഖാൻ ഓടിച്ചെന്ന് പുറത്തിരിക്കുന്ന സലീം കുമാറിനെ കണ്ടു. ഞാനും കൂടെ പോയായിരുന്നു. അനീഫ് ഖാൻ സലീം ഖാൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ഇവൻ ചോദിച്ചു സലീം കുമാർ മുസ്ലിം ആണെന്നും ഞാൻ അവരോട് പറഞ്ഞു സലീം കുമാർ മനുഷ്യനാണെന്നും. അതെ, ഇത്രയും പച്ചയായി പറയുന്ന ഈ ഒരു കാര്യം ശരിക്കും അവിടെ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് മൂപ്പർ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹമാണ് നിങ്ങൾ ഒന്നും എടുക്കുന്നില്ലേ എന്ന് ചോദിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ മനസ്സിലാക്കി വെച്ചത്. കാരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ദിക്റ് ചെല്ലുന്നു, അതുപോലെ തന്നെ മയ്യത്ത് പിടിക്കുന്നു, പള്ളിയിലേക്ക് പോകുന്നു. ഇതെല്ലാം കണ്ട സമയത്ത് അദ്ദേഹം തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് സലീം കുമാർ എന്നാണ്. ആ പേര് കേട്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇദ്ദേഹം മുസ്ലിമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലോ വാക്കിലോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലോ ഒന്നും തന്നെ മുസ്ലിം അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒന്നും അദ്ദേഹത്തിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അതിനുശേഷം കൊച്ചിൻ ഹനീഫയോട് ഇദ്ദേഹം ചോദിച്ചു ഇദ്ദേഹം മുസ്ലിമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അദ്ദേഹം മനുഷ്യനാണ് എന്ന് പറയുന്നതാണ്. ആ ഒരു സ്നേഹം, ആ ഒരു വാക്ക് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉത്തേജനമാണ്. കാരണം ജാതി മത വർഗ വ്യത്യാസമില്ലാതെ തീർച്ചയായിട്ടും ഇത്തരം സാഹോദര്യവും സ്നേഹവും തീർച്ചയായിട്ടും നമുക്ക് പങ്കിടുന്നത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാട്ടിനും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും ഏറ്റവും നല്ലത് എന്ന് നമുക്ക് വിളിച്ചോതി തരുന്ന ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് ഇത്. സലീം കുമാർ തന്നെ മാസങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലെ വാചകങ്ങളാണ്. പക്ഷേ അന്നാരും അതിനെപ്പറ്റി ചർച്ചയൊന്നും ചെയ്തില്ല. പക്ഷേ സലീം കുമാർ ഇന്ന് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളൊക്കെ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.